ഒരു നിമിഷം നമുക്കെല്ലാവർക്കും നമ്മുടെ മനസ്സിലുള്ള ഈ സമയത്തുള്ള എല്ലാ ചിന്തകളും മാറ്റിവെക്കാം. അസ്വസ്ഥതകൾ, ആകുലതകൾ അതെല്ലാം മാറ്റിവെച്ച് ദൈവവിചാരത്തോടെയായിരുന്നു കർത്താവിൻ്റെ ബലിയിൽ സംബന്ധിക്കാനായിട്ട് നമുക്കൊരുങ്ങാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ. ഈശോയിൽ സ്നേഹബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രതികൂലമായ ഒരു കാലഘട്ടത്തിൽ അനുകൂലമായ നിലപാടുകൾ എടുത്ത് മുന്നോട്ട് പോകണം എന്ന ഒരു നമ്മെ മുന്നോട്ട് നയിക്കുന്ന ചാലക ശക്തി, ദൈവത്തെക്കുറിച്ചുള്ള അറിവ്, പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവ്, ഇതൊക്കെ പകർന്നു കൊടുക്കാൻ ദൈവം പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്ത ഒരു വിഭാഗമാണ് നമ്മളിന്ന്. നമ്മളൊരുമിച്ച് ഈ അൽഫാരയ്ക്ക് ചുറ്റും ചേരുമ്പോൾ ഈ ബലിയിൽ നിന്ന് കരുത്താർജിക്കുകയാണ്. എന്തൊക്കെയാണോ പ്രതികൂലമായിട്ടുള്ളത് അതൊക്കെ അനുകൂലമാക്കാനുള്ള വലിയ കൃപ ഈശോ എവിടെയൊക്കെ ഉണ്ടായിരുന്നോ അവിടെയൊക്കെ, കാറ്റും കോളുമുള്ള അവിടെയൊക്കെ അതെല്ലാം ശാന്തത വരുന്നു, അന്ധർക്ക് കാഴ്ച ലഭിക്കുന്നു, മുടന്തന്മാർ നടക്കുന്നു, കേൾവിയില്ലാത്തവർക്ക് കേൾവി ലഭിക്കുന്നു, സംസാര ശക്തി ലഭിക്കുന്നു. അപ്പോൾ എവിടെയൊക്കെ എന്തൊക്കെ കുറവുകളുണ്ടായിരുന്നോ അവിടെയൊക്കെ ഈശോയുടെ സാന്നിധ്യം വന്നപ്പോൾ ആ കുറവുകളെല്ലാം ഇല്ലാതാവുന്നത് നാം കാണുന്നു. നമുക്കിപ്പോൾ ഈ ബലിയിൽ പ്രാർത്ഥിക്കുമ്പോഴും ഇതുപോലെ നമ്മുടെ ഈ ഒരു സാഹചര്യത്തിലുള്ള എല്ലാ കുറവുകളും മാറ്റാൻ കർത്താവിനോട് ചേർന്നുള്ള ഈ ഒരു ബലിയർപ്പണം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധമായ ബലി അർപ്പിക്കുന്നതിന് നമുക്കൊരുങ്ങാം. ഒത്തിരി നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരു ബലിയിൽ സംബന്ധിക്കുമ്പോൾ തീർച്ചയായിട്ടും വാക്കാൽ, മനസ്സാൽ, പ്രവൃത്തിയാൽ, വിചാരത്താലൊക്കെ നമ്മൾ പലപ്പോഴും വീണ് പോയിട്ടുണ്ടാകും. അപേക്ഷകളെല്ലാം ഓർത്ത് കർത്താവിനോട് മാപ്പപേക്ഷിക്കേണ്ട സമയമാണ്. നമ്മുടെ മാപ്പപേക്ഷയോ കർത്താവ് സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ ഒരുക്കമുള്ള ഹൃദയത്തോടും മനസ്സോടും കൂടെ കർത്താവിൻ്റെ ബലിയിൽ നമുക്ക് പങ്കുചേരാം. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജ്ഞാനസ്നാനത്തിൻ്റെ സ്മരണയ്ക്കായി നമ്മുടെ മേൽ തളിക്കാനുള്ള അവിടുത്തെ സൃഷ്ടമായ ജലം കനിഞ്ഞ് ആശീർവദിക്കുന്നതിന് നമ്മുടെ കർത്താവായ ദൈവത്തോട് നമുക്ക് എളിമയോടെ പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, ജീവന്റെ ഉറവയും ശുദ്ധീകരണത്തിൻ്റെ ആദിരൂപവുമായ ജലം വഴി ഞങ്ങളുടെ മാനസങ്ങൾ ശുദ്ധീകരിക്കപ്പെടുവാനും നിത്യജീവന്റെ ദാനം സ്വീകരിക്കുവാനും അങ്ങ് തിരുവുള്ളമായല്ലോ. കർത്താവെ, അങ്ങ് കനിഞ്ഞ് ജലം ആശീർവദിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുവഴി ഈ ദിനം അങ്ങേ കാരുണ്യത്തിൽ ശക്തിപ്പെടട്ടെ എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. അങ്ങേ കൃപാവനത്തിൻ്റെ സജീവമായ നീരുറവ് ഞങ്ങളിൽ നവീകരിക്കുവാനും ഈ ജലം വഴി ആത്മശരീരങ്ങൾക്ക് നേരിടാവുന്ന സകല തിന്മകളിൽ നിന്നും ഞങ്ങൾ സുരക്ഷിതരാകുവാനും അനുഗ്രഹിക്കണമേ. അങ്ങനെ ഞങ്ങൾ നിർമ്മല ഹൃദയത്തോടെ അങ്ങിലേക്ക് അടുത്തു വരുവാനും അങ്ങേ രക്ഷ യഥായോഗ്യം സ്വീകരിക്കുവാനും പ്രാപ്തരാകുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. സർവശക്തനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ കീഴപേക്ഷിക്കുന്നു. അങ്ങേ സൃഷ്ടിയായ ഈ ഉപ്പ് അങ്ങേ കാരുണ്യത്താൽ ആശീർവദിക്കുവാൻ അങ്ങ് തിരുവുള്ളമാക്കണമേ. ജലത്തിൻ്റെ മാലിന്യം നീക്കം ചെയ്യുവാൻ, ജലത്തിൽ ഉപ്പ് കലർത്തുവാൻ എലീശ പ്രവാചകൻ വഴി അങ്ങ് കൽപ്പിച്ചുവല്ലോ. കർത്താവെ, ഉപ്പിൻ്റെയും ജലത്തിൻ്റെയും ഈ മിശ്രിതം തളിക്കപ്പെടുന്ന സ്ഥലത്തു നിന്നെല്ലാം ശത്രുവിൻ്റെ എല്ലാ ആക്രമണങ്ങളും ദൂരെ അകറ്റുവാനും അങ്ങേ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഞങ്ങളെ നിരന്തരം കാത്തുപാലിക്കുവാനും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ.
ദൈവപ്രമാണങ്ങൾക്ക് മറുത്ത് മനസ്സാലുള്ള പ്രവൃത്തി അഥവാ ഉപേക്ഷയാകുന്ന പാപം എന്ന് ആദ്യ കുർബാന സ്വീകരണത്തിൽ സമയത്ത് നമ്മളെല്ലാവരും പഠിച്ചു. ദൈവത്തിൻ്റെ പ്രമാണങ്ങൾക്ക് മറുത്ത് മനസ്സാൽ ചെയ്തു പോകുന്ന പ്രവൃത്തി അഥവാ ഉപേക്ഷ, ചെയ്യാമായിരുന്ന നന്മ ചെയ്യാതെ പോകുന്നത് പാപമാണ്. അതുപോലെ ചെയ്യാൻ പാടില്ലാത്ത തിന്മ ചെയ്യുന്നത് പാപമാണ്. അതാണ് ദൈവപ്രമാണങ്ങൾക്ക് മറുത്ത് മനസ്സാലുള്ള പ്രവൃത്തി അഥവാ ഉപേക്ഷ പാപമാകുന്നു. ഈ കാലയളവിൽ നമ്മളിൽ വന്നു പോയിട്ടുള്ള ഈ പാപങ്ങൾ, പ്രത്യേകിച്ചും കൽപ്പനകളിൽ ലംഘിച്ചു പോയിട്ടുള്ള നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ചെയ്യാമായിരുന്ന നന്മ ചെയ്യാതെ പോയ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, എനിക്ക് ക്ഷമിക്കാമായിരുന്നു പക്ഷെ ഞാൻ ക്ഷമിച്ചില്ല, അത് ഊതി പെരുപ്പിച്ച് വലിയ ഒരു പ്രശ്നമാക്കി മാറ്റി. അതുപോലെ വിട്ടുകൊടുക്കാമായിരുന്നു, വിട്ടുകൊടുത്തില്ല, സ്വാർത്ഥപരമായിട്ട് ചിന്തിച്ചു പോയി, അഹങ്കാരത്തോടുകൂടി ചിന്തിച്ചു പോയി. ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ പാപങ്ങളും, അതുപോലെ നമുക്ക് ചെയ്യാൻ അവസരങ്ങളുണ്ടായിട്ട് മനഃപൂർവ്വം അലസത മൂലം നമ്മൾ ചെയ്യാതെ പോയിട്ടുള്ള അവസരങ്ങളെയും എല്ലാം ഓർത്ത് തമ്പുരാനോട് നമുക്ക് മാപ്പപേക്ഷിക്കാം. ദൈവത്തോടും നമ്മുടെ സഹോദരങ്ങളോടും മാപ്പപേക്ഷിക്കുന്നു. നമ്മുടെ മേൽ ഈ ജലം തളിക്കപ്പെടുമ്പോൾ അത് കൃപയുടെ അഗ്നിയായിട്ട് മാറട്ടെ. നമ്മുടെ എല്ലാ മാലിന്യങ്ങളും നമ്മളെ കഴുകി ശുദ്ധീകരിക്കുകയും ചെയ്യട്ടെ. നമുക്ക് ഈ സമയം ഗായകസംഘത്തോട് ചേർന്ന് നിന്ദിവി പാദാന്തികത്തിൽ എന്നുള്ള പ്രണിതം ആലപിക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ബലവാനായ ദൈവമേ, നന്മയായ സകലതും അങ്ങയുടേതാണല്ലോ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങേ നാമത്തോടുള്ള സ്നേഹം നിറയ്ക്കണമേ. ആധ്യാത്മിക വളർച്ചയാൽ നല്ലവയെല്ലാം ഞങ്ങളിൽ പരിപോഷിപ്പിക്കുവാനും പരിപോഷിപ്പിച്ചവ ജാഗ്രതയോടുള്ള പഠനത്താൽ കാത്തുപാലിക്കുവാനും അനുഗ്രഹിക്കണമേ. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യൻകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന് 4-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. സഹോദരരെ, ക്രിസ്തുവിന്റെ ദാസന്മാരും ദൈവരഹസ്യങ്ങളുടെ കാര്യസ്ഥന്മാരുമായിട്ടാണ് ഞങ്ങളെ പരിഗണിക്കേണ്ടത്. കാര്യസ്ഥന്മാർക്ക് വിശ്വസ്തത കൂടിയേ തീരൂ. നിങ്ങളോ ഏതെങ്കിലും ന്യായാസനമോ എന്നെ വിചാരണ ചെയ്യുന്നെങ്കിൽ അത് ഞാൻ കാര്യമാക്കുന്നില്ല. ഞാനും എന്നെ വിധിക്കുന്നില്ല. ഞാൻ ഏതെങ്കിലും തരത്തിൽ
കുറ്റക്കാരനാണെന്ന് എനിക്ക് ബോധ്യമില്ല. എന്നാൽ അതുകൊണ്ട് മാത്രം ഞാൻ നീതീകരിക്കപ്പെട്ടുവെന്ന് അർത്ഥമില്ല. എന്നെ വിധിക്കുന്നവൻ കർത്താവാണ്. അതിനാൽ മുൻകൂട്ടി നിങ്ങൾ വിധി പ്രസ്താവിക്കരുത്. കർത്താവ് വരുന്നതുവരെ കാത്തിരിക്കുവിൻ. അന്ധകാരത്തിൽ മറഞ്ഞിരിക്കുന്നവയെ വെളിച്ചത്ത് കൊണ്ടുവരുന്നവനും ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നവനും അവരാണല്ലോ. അപ്പോൾ ഓരോരുത്തർക്കും ദൈവത്തിൽ നിന്ന് പ്രശംസ ലഭിക്കും. കർത്താവിൻ്റെ വചനം. നീതിമാന്മാരുടെ രക്ഷ കർത്താവിൽ നിന്നാണ്. ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് നന്മ ചെയ്യുക. അപ്പോൾ ഭൂമിയിൽ സുരക്ഷിതനായി വസിക്കാം. കർത്താവിൽ ആനന്ദിക്കുക. അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. നീതിമാന്മാരുടെ രക്ഷ കർത്താവിൽ നിന്നാണ്. നിന്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക. കർത്താവിൽ വിശ്വാസമർപ്പിക്കുക. അവിടുന്ന് നോക്കിക്കൊള്ളും. അവിടുന്ന് പ്രകാശം പോലെ നിനക്ക് നീതി നടത്തിത്തരും. മധ്യാഹ്നം പോലെ നിന്റെ അവകാശവും. നീതിമാന്മാരുടെ രക്ഷ കർത്താവിൽ നിന്നാണ്. തിന്മയിൽ നിന്ന് അകന്ന് നന്മ ചെയ്യുക. എന്നാൽ നിനക്ക് സ്ഥിരപ്രതിഷ്ഠ ലഭിക്കും. കർത്താവ് നീതിയെ സ്നേഹിക്കുന്നു. അവിടുന്ന് തൻ്റെ വിശുദ്ധരെ പരിത്യജിക്കുകയില്ല. നീതിമാന്മാർ എന്നേക്കും പരിപാലിക്കപ്പെടും. നീതിമാന്മാരുടെ രക്ഷ കർത്താവിൽ നിന്നാണ്. നീതിമാന്മാരുടെ രക്ഷ കർത്താവിൽ നിന്നാണ്. കഷ്ടകാലത്ത് അവരുടെ അഭയകേന്ദ്രം അവിടുന്നാണ്. കർത്താവ് അവരെ സഹായിക്കുകയും വിമോചിപ്പിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് അവരെ ദുഷ്ടരിൽ നിന്ന് മോചിപ്പിക്കുകയും രക്ഷിക്കുകയും ചെയ്യും. നീതിമാന്മാരുടെ രക്ഷ കർത്താവിൽ നിന്നാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവന് ജീവന്റെ പ്രകാശമുണ്ടായിരിക്കും. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് നിയമജ്ഞരും ഫരിസേയരും യേശുവിനോട് പറഞ്ഞു, യോഹന്നാന്റെ ശിഷ്യർ പലപ്പോഴും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഫരിസേയരുടെയും ശിഷ്യരും അങ്ങനെ തന്നെ. എന്നാൽ നിന്റെ ശിഷ്യന്മാർ തിന്നുകുടിച്ച് നടക്കുന്നു. യേശു അവരോട് പറഞ്ഞു, മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറത്തോഴരെ കൊണ്ട് ഉപവസിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? എന്നാൽ മണവാളൻ അവരിൽ നിന്ന് അകറ്റപ്പെടുന്ന ദിവസങ്ങൾ വരും. അപ്പോൾ അവർ ഉപവസിക്കും. അവൻ അവനോട് ഒരു ഉപമയും പറഞ്ഞു. ആരും പുതിയ വസ്ത്രത്തിൽ നിന്ന് കഷ്ണം കീറിയെടുത്ത് പഴയ വസ്ത്രത്തോട് ചേർക്കാറില്ല. അങ്ങനെ ചെയ്താൽ പുതിയ വസ്ത്രം കീറുന്നു എന്ന് മാത്രമല്ല, പുതിയ കഷ്ണം പഴയതിനോട് ചേരാതെ വരികയും ചെയ്യും. ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വയ്ക്കാറില്ല. അങ്ങനെ ചെയ്താൽ പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങൾ ഭേദിച്ച് ഒഴുകിപ്പോവുകയും തോൽക്കുടങ്ങൾ നശിക്കുകയും ചെയ്യും. പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിലാണ് ഒഴിച്ചു വെക്കേണ്ടത്. പഴയ വീഞ്ഞ് കുടിച്ച ഒരുവനും പുതിയത് ഇഷ്ടപ്പെടുകയില്ല. പഴയതാണ് മെച്ചം എന്നല്ലേ പറയുന്നത്. കർത്താവിൻ്റെ സുവിശേഷം. സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങൾ നീക്കം ചെയ്യുമാറാകട്ടെ. വലിയ പ്രഭാഷണമൊന്നും നടത്തുന്നില്ല. നമ്മൾ ഈ ഹൈ റേഞ്ചുകളിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ റോഡിൻ്റെ വശങ്ങളിൽ എഴുതി വച്ചിട്ടുള്ള, പ്രത്യേകിച്ചും ഹെയർ പിൻ വളവുകളൊക്കെയുള്ള ഒരു സഞ്ചാരപാതയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് കാണാം, എക്സ്പെക്ട് ദി അൺഎക്സ്പെക്റ്റഡ്.
അപ്രതീക്ഷിതമായതിനെ പ്രതീക്ഷിക്കുക. അപ്രതീക്ഷിതമായതിനെ പ്രതീക്ഷിക്കുക. ഏത് നിമിഷവും ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ ഇത് തന്നെയാണ് എപ്പോഴും പറയുക, എക്സ്പെക്ട് ദി അൺഎക്സ്പെക്റ്റഡ്. ഒരുപക്ഷെ നമ്മളിപ്പോൾ ആയിരിക്കുന്ന ഈ ഒരു കാലഘട്ടം ഒത്തിരി നാളുകൾക്ക് ശേഷം ഇത് 2020 കൊറോണ കാലം എന്ന് മാത്രമേ അറിയപ്പെടുകയുള്ളൂ. പ്രത്യേകിച്ചും വാക്സിൻ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ കോളറ അല്ലെങ്കിൽ സ്പാനിഷ് ഫ്ലൂ അതൊക്കെ പോലെയുള്ള ഒന്നായിട്ട് ഇത് മാറും. പക്ഷെ ഈ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകാൻ നേരത്ത് ഈ എക്സ്പെക്ട് ആൻഡ് എക്സ്പെക്റ്റഡ്, ജീവിതത്തിൽ അപ്രതീക്ഷിതമായതിനെ പ്രതീക്ഷിക്കുക. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ എന്താണ് ചെയ്യേണ്ടത്, അതാണ് നമ്മൾ കൂടുതലും ഇപ്പോൾ നമ്മൾ ഇതിനോട് താതാത്മ്യം പ്രാപിച്ചു. ഇപ്പോൾ എക്സ്പെക്ട് ആൻഡ് എക്സ്പെക്റ്റഡ് ഒക്കെ മാറി ഇത് നമ്മളുടെ ദിനചര്യയായി. നമ്മളുടെ പ്രധാനമന്ത്രിയും കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, ഇനി ഒന്നും ചെയ്യാനില്ല, കൊറോണയുടെ കൂടെ ജീവിക്കുക, കൊറോണയോടൊപ്പം ജീവിക്കാൻ പഠിക്കുക. അതുതന്നെ ഇപ്പോൾ ഒരു ജീവിതചര്യയായിട്ട് മാറി, ജീവിതശൈലിയായിട്ട് മാറി. അങ്ങനെ മാറുമ്പോൾ ഈ അപ്രതീക്ഷിതമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വരുമ്പോൾ എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് നമ്മൾ നടത്തേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എനിക്കിപ്പോൾ ഈ കൗൺസിലിംഗ് സെൻറ്റർ അടച്ചിട്ടിരിക്കുകയാണ്. പക്ഷേ എൻ്റെ ഫോൺ നേരത്തേക്ക് രാവിലെ ചാർജ് ചെയ്താൽ പിറ്റേ ദിവസം ഉച്ചയോടുകൂടിയൊക്കെ വീണ്ടും ചാർജ് ചെയ്താൽ മതിയായിരുന്നു. കാരണം അത്യാവശ്യം ബാറ്ററി ബാക്കപ്പ് ഒക്കെ ഉള്ളത്. ഇപ്പോൾ എനിക്ക് രാവിലെ ചാർജ് ചെയ്ത് ഫുള്ളായാൽ ഉച്ചയ്ക്ക് വീണ്ടും ചാർജ് ചെയ്യണം, വൈകുന്നേരമാകുമ്പോൾ വീണ്ടും ഇതാവും. കാരണം ഓൺലൈനിൽ കൗൺസിലിങ്ങിന് വിളിക്കുന്നവരുടെ എണ്ണം അത്ര മാത്രമാണ്. അപ്പോൾ പലപ്പോഴും ഫോണൊക്കെ മാറ്റി വെച്ചിട്ടാണ് ഇരിക്കുന്നത്. കാരണം നമുക്ക് ഈ എല്ലാ കേസ് എന്തുകൊണ്ടാണ് കൂടുതലും മാതാപിതാക്കൾക്ക് പ്രത്യേകിച്ചും ദാമ്പത്യ ജീവിതത്തിലുള്ള വിള്ളലുകളുണ്ട്. അതുപോലെ കുട്ടികളുടെ ഭാഗത്തുനിന്നുള്ള ചില പ്രതികരണങ്ങൾ അവർ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്കാണ്. എന്തുകൊണ്ടാണ്? ഇതാണ് എക്സ്പെക്ട് ദി അൺഎക്സ്പെക്റ്റഡ്. നമ്മൾക്ക് ശീലമില്ലാത്ത ഒരു കാര്യം ജീവിതത്തിലേക്ക് വരുമ്പോൾ ചില കാര്യങ്ങൾ പുതിയതായിട്ട് ശീലിക്കേണ്ടതായിട്ട് വരും. ഞാനിങ്ങനെയാണ്, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയാണ്, എൻ്റെ ഭർത്താവ്, എൻ്റെ കുടുംബം, എൻ്റെ മക്കൾ എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ അവിടെ അസ്വസ്ഥതകൾ വരും. ഇപ്പം ഇത്രയും കേസുകൾ കൂടാനുള്ള കാരണം നേരത്തെ ഒരുമിച്ച് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്നത് കുറവാണ്. ഇപ്പോൾ ഒരുമിച്ച് സമയം വയ്ക്കുന്നത് കൂടുതലാണ്. പ്രത്യേകിച്ചും ലോക്ക്ഡൗൺ ദിനങ്ങളിലൊക്കെ കൂടുതലാണ്. ഇപ്പോൾ വർക്ക് ഫ്രം ഹോം അതൊക്കെ ഇരിക്കാൻ നേരത്തും ഒരുമിച്ചായിരിക്കാൻ നേരത്തും പോലെ തനി നിറം നമ്മൾ അറിയുമെന്ന് പറയുന്നത് പോലെ പലപ്പോഴും അല്ല എങ്കിൽ സാധാരണഗതിയിൽ പുറത്ത് ജോലിക്ക് പോകുമ്പോൾ വീട്ടിൽ വരുമ്പോൾ നമ്മൾ ഒരുമിച്ചായിരിക്കുന്ന സമയം കുറവാണ്. അങ്ങനെ ജോലിയിൽ പോയ കാര്യങ്ങളും ഇതൊക്കെ നമ്മുടെ മനസ്സിൽ പല കാര്യങ്ങളുള്ളത് കൊണ്ട് വീട്ടിൽ സംഭവിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കാണാതെ അങ്ങോട്ട് പോകും, അല്ലെങ്കിൽ അവഗണിച്ച് പോകും. കാരണം അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാകും. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ വിട്ടുകളയുന്ന കാര്യങ്ങൾ വരെ വലിയ ഗൗരവമേറിയ കാര്യങ്ങളാക്കി മാറ്റി അതിൻ്റെ പിന്നിലുള്ള പ്രശ്നങ്ങൾ അങ്ങനെ ഒത്തിരി കൂടുന്നുണ്ട് നമ്മുടെ വീടുകളിലൊക്കെ. അതൊന്ന്. അപ്പോൾ അത് ദാമ്പത്യ ജീവിതത്തിലുള്ള പ്രശ്നം ഒരു കാറ്റഗറി. രണ്ടാമത്തെ കാറ്റഗറിയാണ് ഈ ഒരു ഹൈസ്കൂൾ വരെയുള്ള കുട്ടികളുടെ പെരുമാറ്റത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ. അപ്പോൾ നിങ്ങൾ മിക്കവരും തന്നെ അമ്മമാരായിരിക്കും. അപ്പോൾ നമുക്കറിയാം ഈ സമ്മർ ഹോളിഡേയ്സ്, ക്രിസ്മസ് ഹോളിഡേയ്സ് കുട്ടികളെ കൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഓണം അവധിക്കും വലിയ പ്രശ്നം ഉണ്ടാവില്ല. കാരണം ആകെ കുറച്ച് ദിവസം അവർ വെക്കേഷൻ ആണ് എന്ന് അറിഞ്ഞു വരുമ്പോഴത്തേനും വെക്കേഷൻ തീരും. സമ്മർ ഹോളിഡേയ്സ് ആദ്യത്തെ ഒരു മാസം വലിയ തട്ടുകിടന്നും ഉണ്ടാവില്ല. പിന്നെ അമ്മയുടെ വീട്ടിൽ പോയി, ബന്ധുക്കളുടെ വീട്ടിൽ പോയി, അങ്ങനെ കുറച്ച് ദിവസങ്ങളൊക്കെ അവർ മാറി നിൽക്കും. എങ്കിലും അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഒരു മാസം 1.5 മാസമൊക്കെ ആകുമ്പോൾ നമ്മളെല്ലാവരും ആഗ്രഹിക്കും എങ്ങനെയെങ്കിലും ഒന്ന് സ്കൂള് തുറന്നാൽ മതിയെന്ന്. കാരണം എന്താണ്? ഫ്രീ ടൈം കിട്ടിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക്, എസ്പെഷ്യലി ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾക്ക് അതെങ്ങനെ ഉപയോഗിക്കണം എന്നറിയില്ല. ഇപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ മാതാപിതാക്കളുടെ കോളുകൾ വരുന്നത് ഈ 6, 7, 8, 9, 10 ക്ലാസ്സുകളിലെ കുട്ടികളൊക്കെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിനെ കുറിച്ചിട്ടാണ്. നമ്മൾ മുതിർന്നവർക്ക് കൃത്യമായിട്ട് നമ്മുടെ റീസണിങ്, നമ്മുടെ ഇന്റലക്ഷൻ, നമ്മൾ ഫാക്കൽറ്റി ഓഫ് ഇന്റലക്ട്, അതായത് റീസണിങ് പവർ നമുക്ക് എല്ലാവർക്കും ഉള്ളതുകൊണ്ട് നമുക്ക് യുക്തിയോട് ചിന്തിക്കാം, ലോജിക്കൽ റീസണിങ് ഒക്കെയുണ്ട്. പക്ഷെ കുട്ടികൾക്ക് കൂടുതൽ ഫ്രീ ടൈം വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ ചെയ്യണം അവർ തന്നെ അത് ഫിഗർ ഔട്ട് ചെയ്യുവാണ്. എങ്ങനെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്ത് അവർ തന്നെ അത് അവരുമായിട്ട് താതാത്മ്യപ്പെടാൻ അവർ ശ്രമിക്കുന്നു. മുതിർന്ന നമുക്കൊക്കെ നമ്മളുടെ പെർസ്പെക്റ്റീവ്, നമ്മുടെ കാഴ്ചപ്പാടിൽ നിന്നും നമ്മളുടെ വളർച്ചയ്ക്കൊത്ത് ഈ കൊറോണ കാലത്തേക്ക് വ്യാഖ്യാനിക്കാൻ നമുക്ക് സാധിക്കും. പക്ഷേ കുട്ടികൾ അതിന് കൊടുക്കുന്ന ഇന്റർപ്രിട്ടേഷൻ, നമ്മൾ കൊടുക്കുന്ന ഇന്റർപ്രിട്ടേഷൻ വളരെ
ദൂരത്തുള്ളത് വ്യത്യസ്തമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന ഒരു ഇന്റർപ്രിട്ടേഷനിൽ നിന്നുകൊണ്ട് കുട്ടികൾ അതിനെ എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമുക്ക് തെറ്റുപറ്റും. അതുകൊണ്ടാണ് ഇപ്പോൾ മാതാപിതാക്കളോട് ഇങ്ങനെ വിളിക്കുന്നവരോടൊക്കെ ഞാൻ പറയും, ഇവര് ഈ സമയത്ത് അവരുടെ പാട്ടിന് വിട്ടേക്ക്, ഒന്നും ചെയ്യണ്ട, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോട്ടെ. നിങ്ങൾ കൂടുതൽ നിയന്ത്രണങ്ങൾ വെച്ച് തുടങ്ങിയാൽ ബുദ്ധിമുട്ടാണ്. കാരണം അവർക്ക് തന്നെ അറിയില്ല ഈ ഫ്രീ ടൈം എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അപ്പൊ അവർ അതുമായിട്ടൊന്ന് പൊരുത്തപ്പെട്ട് വരുമ്പോൾ നമ്മൾ അവർക്ക് ജസ്റ്റ് ഗീവ് ദം സം ടൈം. അറിയാത്ത ഒരു സമയം, വന്നു ചേർന്നിട്ടുള്ള ശീലിക്കാത്ത കുറെ കാര്യങ്ങൾ, അതൊക്കെ വരാൻ നേരത്ത് സ്വാഭാവികമായിട്ടുമുള്ള അസ്വസ്ഥതയുണ്ട്. ഒരു ചെടി ഇവിടെ ഫ്രഷ്നെസ്സോടുകൂടി നിൽക്കുന്ന ഈ ഒരു ചെടി പറിച്ച് മറ്റൊരിടത്ത് നട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുറെ ദിവസങ്ങളിൽ അത് വാടിയതുപോലെ നിൽക്കും, ചിലപ്പോൾ അത് ഉണങ്ങിപ്പോകും. അപ്പൊ ഇതെല്ലാം നമ്മളുടെ മക്കളെ, പ്രത്യേകിച്ച് ഞാൻ മക്കളെന്ന് പറയുമ്പോൾ നിങ്ങളുടെ എല്ലാ വിദ്യാർത്ഥികളെയും മക്കളായിട്ട് കാണുകയാണ് എന്ന് ഞാൻ അനുമാനിക്കുകയാണ്. അങ്ങനെ തന്നെയാണ് കാണേണ്ടത്. ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട ടീച്ചേഴ്സിനോട് സംസാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചെടി ഇവിടെ നിന്ന് പറിച്ച് അതിന് പരിചിതമല്ലാത്ത ഒരു അന്തരീക്ഷത്തിലേക്ക് മാറ്റി സ്ഥാപിച്ചാൽ അത് അവിടെ വേരുറയ്ക്കാൻ സമയമെടുക്കും. ചിലപ്പോൾ 1-2 ദിവസം, ചിലപ്പോൾ ആഴ്ചകളൊക്കെ അത് ചരിഞ്ഞു കിടക്കും. അപ്പോൾ അതിന് നമ്മളൊരു ചെറിയ കമ്പോ എന്തെങ്കിലുമൊക്കെ വെച്ച് ഒരു സപ്പോർട്ടൊക്കെ കൊടുക്കും. അതിന് സ്വയമായിട്ട് അതിൻ്റെ വേരുകൾ ആ മണ്ണിൽ ഇറങ്ങി സ്വന്തമായിട്ട് നിലനിൽക്കാം എന്ന അവസ്ഥ വരുമ്പോൾ മാത്രമേ, സ്വയം പര്യാപ്തതയിലേക്ക് എത്തുമ്പോൾ മാത്രമേ അതിനെ തനിച്ചു വിടുന്നു. അപ്പം ഇതുപോലെ നമ്മുടെ മക്കൾ, നമ്മുടെ വിദ്യാർത്ഥികൾ എല്ലാവർക്കും ഈ ഒരു തരത്തിലുള്ള ഒരു സമയമാണ്. അപ്പോൾ ഇതിനാണ് നമുക്ക് ഈ അധ്യാപകരാകുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കാരണം വീട്ടിലുള്ള മാതാപിതാക്കൾക്ക് ഒരു പക്ഷേ അത് മനസ്സിലാക്കാൻ സാധിക്കില്ല. കാരണം അവർക്ക് അതിനുള്ള ട്രെയിനിങ് കാര്യങ്ങളെ കിട്ടിയിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് ഓരോ കുട്ടിയുടെയും മനസ്സനുസരിച്ച് ട്രെയിൻ ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാണെന്ന് നിങ്ങൾക്ക് അതിനുള്ള രൂപീകരണമൊക്കെ കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വളരെ ജാഗരൂകതയോടുകൂടി വേണം കുട്ടികളെ ഇതാക്കാൻ. അപ്പോൾ ഈ ഒരു കാര്യം വളരെ ശ്രദ്ധയോടുകൂടി നോക്കുക. അവർ തന്നെ ഒന്ന് ഫിഗർ ഔട്ട് ചെയ്യട്ടെ. കുറച്ച് കഴിഞ്ഞ് സാധാരണ ക്രമത്തിലേക്ക് ആകാൻ നേരത്ത് അവർ തന്നെ ഇതൊക്കെ മനസ്സിലാക്കി തിരിച്ചു വരും. ആ സമയത്തും ഇതിൻ്റെ ഒരു റിപ്പർക്കഷൻ എന്ന് പറയുന്നത് പോലെ ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ഉണ്ട് എങ്കിൽ ആ സമയത്ത് മാത്രം ആ ഒരു വിഷയത്തേക്ക് അഡ്രസ് ചെയ്താൽ മതിയാകും എന്നുള്ളതാണ് ഒരു മതം. അത് അനുസരിച്ച് മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. ഇത് കുട്ടികളോടുള്ള ഒരു അപ്രോച്ച്. രണ്ടാമത്തെ ഒരു കാര്യം, അത് നിങ്ങളുടെ തന്നെ അവസ്ഥയാണ്. എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ നേരത്തെ കഴിഞ്ഞ വർഷമൊക്കെ സെൻറ്റ് ജോസഫ്സ് കോളേജിൽ സൈക്കോളജി അവിടുത്തെ ഫാക്കൽറ്റിയാണ് ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വർഷമാണ് പോകാതിരിക്കുന്നത്, തിരക്ക് കൂടിയപ്പോൾ. എങ്കിലും 1-2 വെബിനാറുകളൊക്കെ ചെയ്യേണ്ടതായിട്ട് വന്നു. 3-4 കോളേജ്, കോളേജ്, സെൻറ്റ് ട്രീസസ്, സെൻറ്റ് പോൾസ്, ആൽബർട്ട്സ്, ഇതൊക്കെ ചേർന്നുള്ള വെബിനാർ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ഓൺലൈൻ നിങ്ങൾ പഠിപ്പിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ. പ്രത്യേകിച്ചും എൻ്റെ ഒരു നേച്ചർ അനുസരിച്ച് ഇൻ്ററാക്റ്റീവ് സെഷനാണ്. അപ്പോൾ ക്ലാസ്സുകളിൽ നിന്നുള്ള ഫീഡ്ബാക്ക് കിട്ടിയില്ലെങ്കിൽ പഠിപ്പിക്കാനായിട്ട് ഒത്തിരി പാടാണ്. അതിനിടയ്ക്ക് നമ്മൾ കാണുന്ന കുട്ടികൾക്ക് വെബിനാർ ആയതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാവരെയും കാണാം. അപ്പോൾ അവിടെ ഓരോരുത്തരും ഓരോരോ വീടുകളിലിരുന്ന് ഇതിൽ പങ്കെടുക്കുമ്പോൾ കുഞ്ഞു കുട്ടികളൊക്കെ ഒന്ന് ഒളിഞ്ഞു നോക്കിയിട്ട് പോകും, എന്താ ഇവിടെ നടക്കുന്നത്. അപ്പോൾ നമുക്കിതെല്ലാം കാണാൻ സാധിക്കും. അതുപോലെ ഇങ്ങനെ നിർത്താതെ പറഞ്ഞുകൊണ്ടിരിക്കാൻ നേരത്ത് നമുക്ക് തന്നെ ഇതിനോട് അത് സാധാരണ ഒരു ടീച്ചിങ് പ്രൊഫഷൻ ഇഷ്ടപ്പെടുന്ന ആരും, ചിലവരൊക്കെ കുട്ടികളെ ഫേസ് ചെയ്യണ്ട എന്ന് വിചാരിച്ച് പഠിപ്പിക്കുന്ന വളരെ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു പെർസെൻറ്റേജ് ആയിട്ടുള്ള ടീച്ചേഴ്സ് മാത്രമേ ഈ ഒരു സമയം ഇഷ്ടപ്പെടുകയുള്ളൂ. അല്ലെങ്കിൽ ഈ ഒരു ഓൺലൈൻ സെഷൻ എന്നൊക്കെ പറയുന്നത് അതൊരു കീറാമുട്ടി തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ വെബിനാർ എടുക്കുമ്പോഴും ഞാൻ അച്ഛനോട് പിന്നെ പറഞ്ഞു, അവിടെ കോളേജിലും പറഞ്ഞു, ഇനി എന്നെ ഇതിന് വിളിക്കരുത്. കാരണം ഇത്രയും നേരം ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഇതിന് മുമ്പിലിരുന്ന് വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചാറ്റ് ബോക്സിൽ കമൻ്റൊക്കെ ഉണ്ടാകും, അവസാനം നമ്മളതൊക്കെ ക്ലാരിഫൈ ചെയ്യും. പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എനിക്ക് നിങ്ങളുടെ ഈ അവസ്ഥയൊക്കെ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ പറഞ്ഞ പോലെ ഇതും കടന്നു പോകാനുള്ള ഒരു സമയമാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ അധ്യാപകരായതുകൊണ്ട് തന്നെ മറ്റാരേക്കാൾ ആളുകൾ കൂടുതൽ ചെയ്യുന്നതിനേക്കാട്ടും കൂടുതലായിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കണം. അതിന് ഈ പറയുന്ന ഈ അപ്രതീക്ഷിതമായതിനെ പ്രതീക്ഷിച്ചു വന്നതിന് ശേഷം പിന്നെ എങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ഈ അസഹിഷ്ണുത, ഈ കാര്യങ്ങളൊക്കെ കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ബഹുമാനപ്പെട്ട ടീച്ചേഴ്സ്, നിങ്ങൾ നിങ്ങളുടെ മക്കളോടും സ്റ്റുഡൻസിനോട് ഞാൻ ആദ്യം പറഞ്ഞ ഒരു അപ്രോച്ച് എടുക്കുക. രണ്ടാമത്തേത്, നിങ്ങളുടെ തന്നെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ ഒരു മേഖലയിൽ ഇങ്ങനെയൊക്കെ പഠിപ്പിക്കൽ വേണ്ടി വരുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടാണ് തിരിച്ചറിയുക. അപ്പോൾ ഈ ഒരു സ്ട്രെസ് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നത് മൂലമുണ്ടാകുന്ന കാര്യങ്ങൾ വെന്റ് ഔട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ ചെയ്യാൻ സമയം കണ്ടെത്തണം. ഇവിടെ ഭർത്താവ്
മക്കൾ അല്ലെങ്കിൽ അപ്പൻ, അമ്മ, അമ്മൂമ്മ അവരൊക്കെ മാറ്റി വെച്ചിട്ട് കുറച്ച് സമയമെങ്കിലും നിങ്ങൾക്ക് വ്യക്തി ആസ് എ പേഴ്സൺ, ആസ് എൻ ഇൻഡിവിജ്വൽ, നിങ്ങളുടെ ഒരു വ്യക്തി എന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യം എന്താണോ അത് ചെയ്യാനായിട്ട് ഒരു ദിവസം കുറച്ച് സമയമെങ്കിലും അതിനു വേണ്ടി സമയം കണ്ടെത്തിയില്ലെങ്കിൽ നമ്മളുടെ എനർജിയൊക്കെ ഇങ്ങനെ നമ്മൾ അറിയാണ്ട് തന്നെ പതിയെ പതിയെ ഡ്രെയിൻഡായി പോകും. അപ്പോൾ അതുകൊണ്ടിട്ട് അതും കൂടി ഒരു പ്രയോറിറ്റി ആയിട്ട് കാണണം. അപ്പോൾ സിസ്റ്റേഴ്സിനൊക്കെ അറിയാം, എനിക്ക് എല്ലാ ദിവസവും ഇങ്ങനെ ഇതുപോലുള്ള ആൻസൈറ്റി, ഡിപ്രഷൻ എപ്പിസോഡ്സ് ഉള്ള കേസുകൾ ഒത്തിരി ഉണ്ട്. പക്ഷെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനിവിടെ കുറേ മീനെയൊക്കെ വളർത്തുന്നുണ്ട്. അപ്പോൾ കുഞ്ഞു കുഞ്ഞു മീനുകളുണ്ട്, ചില മീനുകളെ ബ്രീഡ് ചെയ്യിക്കുന്നു. അപ്പോൾ പക്ഷേ അതിൻ്റെ കുട്ടിക്കാലം അത് ഇങ്ങനെ ഹാച്ചിങ് പീരീഡ് തുടങ്ങി അതിന് പുറകെ നടക്കുന്നു, അതിന് ഫീഡ് ചെയ്യുന്നു, അങ്ങനെ ഒത്തിരി പക്ഷികളുണ്ട്. അപ്പോൾ ഇതെല്ലാം ചെയ്യാൻ നേരത്ത് നമ്മൾ പതിയെ പതിയെ ഇതെല്ലാം ബെൻഡ് ഔട്ട് ചെയ്യുന്നു. അപ്പോൾ എല്ലാ ദിവസവും ഭർത്താവ് ഉണ്ടായിക്കോട്ടെ, മക്കളുണ്ടായിക്കോട്ടെ, ആരും ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണോ അത് ചെയ്യാനായിട്ട് എല്ലാ ദിവസവും, അതിപ്പോൾ ആരോടും കൊട്ടിഘോഷിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് നിങ്ങളും തന്നെ. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഇന്നർ ചൈൽഡ് ഉണ്ടെന്നാണ് പറയുന്നത്. എല്ലാവരും നമ്മുടെ ഉള്ളിലൊരു കുട്ടിയുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള കുട്ടിയുമായിട്ട് മാത്രം ഡിസ്കസ് ചെയ്ത് എല്ലാ ദിവസവും കുറച്ച് സമയം നിങ്ങൾക്ക് വേണ്ടി മാത്രം ചെലവഴിക്കുന്ന സമയം ഉണ്ടാവുമെങ്കിൽ ഈ പറഞ്ഞ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീൽ ചെയ്യാൻ നമുക്ക് സാധിക്കും. അതൊക്കെ നമുക്ക് പുഷ്പം പോലെ തരണം ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ 1-2 പ്രായോഗിക നിർദ്ദേശങ്ങൾ മാത്രമേ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ടുള്ളൂ. ഈ പറഞ്ഞതുപോലെ ഇതും കടന്നു പോകും. അല്ലേ, ബീർബലല്ലേ പറഞ്ഞത്? ബീർബൽ ചക്രവർത്തിയും അക്ബറും അല്ലേ? ഞാൻ സന്തോഷിച്ചിരിക്കുമ്പോൾ ഒരു സെന്റൻസ് പറയാൻ പറ്റും, ഞാൻ സന്തോഷിച്ചിരിക്കുമ്പോൾ എനിക്ക് ദുഃഖം ഉണ്ടാവണം, ദുഃഖം ഉണ്ടാകുമ്പോൾ സന്തോഷം ഉണ്ടാവണം. അതിനുള്ള മന്ത്രമാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് കടന്നു പോകും, ഈ സമയം കടന്നു പോകുമ്പോൾ സന്തോഷത്തോടുകൂടി ഇരിക്കാൻ നേരത്തെ ദുഃഖം ഉണ്ടാവണമെങ്കിൽ ഈ സമയം കടന്നു പോകും, സന്തോഷം ഇല്ലാണ്ടാവും. ദുഃഖം ഉണ്ടായിരിക്കുമ്പോൾ സന്തോഷം വേണം, ദുഃഖം കടന്നു പോകും, സന്തോഷമായിട്ട് വരും പോകും. അതാണ് അവസാനം. ഇതും കടന്നു പോകും. നമ്മൾ കൊറോണയ്ക്ക് ശേഷമുള്ള ഒരു കാലത്തിലേക്ക് നമ്മൾ വരും. കൊറോണയ്ക്ക് മുമ്പും ശേഷവും എന്ന രീതിയിൽ നമ്മുടെ രീതിയിലൊക്കെ ഒത്തിരി വ്യത്യാസങ്ങൾ വരും, തീർച്ചയായിട്ടും വരും. ഓൾറെഡി വന്നു കഴിഞ്ഞു. അപ്പോൾ ഇനി പഴയതിലേക്ക് ഒരു മടക്കയാത്ര ഇല്ല. പഴയത് ഇന്നത്തെ സുവിശേഷത്തിൽ പറഞ്ഞതുപോലെ പഴയതാണ് മെച്ചം. പക്ഷെ പഴയത് നമ്മൾ ഇപ്പോൾ പുതിയ ഭാവത്തിലേക്കാണ് വരിക. അപ്പോൾ പഴയതിൻ്റെ മൂല്യമൊന്നും കെട്ടുപോകാതെ പുതുമ നിലനിർത്തിക്കൊണ്ട് നമുക്ക് നല്ല ഒരു തലമുറയെ വാർത്തെടുക്കാനായിട്ട് പരിശ്രമിക്കാം. അതിൻ്റെ തുടക്കം നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളിൽ നിന്ന് തന്നെ ആയിരിക്കാനായിട്ട് ദൈവം ഞങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് എഴുന്നേറ്റ് നിന്ന് നമ്മുടെ നിരവധിയായിട്ടുള്ള നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ദൈവപിതാവിനോട് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, ഈ ക്രിസ്തു രാജ വിദ്യാലയത്തെയും ഇതിലെ സിസ്റ്റേഴ്സിനെയും അധ്യാപകരെയും അനധ്യാപകരെയും കുട്ടികളെയും അങ്ങേ കരുണയാൽ നിറയ്ക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കുടുംബത്തെ വിശദീകരിക്കുന്ന നല്ല ദൈവമേ, ഈ ക്രിസ്തു രാജ വിദ്യാലയവുമായി ബന്ധപ്പെട്ട എല്ലാ വ്യക്തികളുടെ കുടുംബങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. എല്ലാവിധ തപസ്സുകളിൽ നിന്നും ധാർമ്മിക അധപതനത്തിൽ നിന്നും മോചനം നൽകി സ്വർഗരാജ്യത്തിന് അവകാശികളാക്കി തീർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന ദൈവം എന്നരുൾ ചെയ്ത യേശുനാഥ, ലോകം മുഴുവൻ പകർച്ചവ്യാധികൾക്ക് അടിപ്പെട്ടിരിക്കുന്നവരെയും മറ്റു രോഗങ്ങളാൽ വലയുന്നവരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. നല്ല ഈശോയെ, അങ്ങേ സൗഖ്യത്തിന്റെ കരങ്ങൾ കൊണ്ട് അവരെ സ്പർശിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവന്റെയും മരണത്തിന്റെയും അധിനാഥനായ കർത്താവേ, ഞങ്ങളിൽ നിന്നും വേർപിരിഞ്ഞു പോയ എല്ലാ പ്രിയപ്പെട്ടവരെയും എല്ലാ മരിച്ച വിശ്വാസികളെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. സ്വർഗത്തിൽ അങ്ങേ തിരുമുഖം കണ്ട് ആനന്ദിക്കുവാൻ കൃപയരുളണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ പരിചയത്തിലും 10ാം ക്ലാസ്സും +2 കഴിഞ്ഞ് +2ലേക്ക് ഉള്ള അഡ്മിഷനും അതുപോലെ ഡിഗ്രി അതിലേക്കുള്ള അഡ്മിഷനുമൊക്കെ ആയിട്ട് നമ്മുടെ കുഞ്ഞുമക്കൾ ഈ ദിവസങ്ങളിൽ ഓടി നടക്കുന്നത് നാം കാണുന്നു. അവർക്കൊത്തിരി ടെൻഷനാണ്. കാരണം സാധാരണ രീതിയിലുള്ള
ഒരു അഡ്മിഷന് വേണ്ടി ഒരു സ്കൂളിൽ പോകാനോ ഒരു കോളേജിൽ പോകാനോ ബാക്കി കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനൊക്കെ ഇപ്പോൾ ഒത്തിരി നിയന്ത്രണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള മക്കളെ നമുക്ക് സമയം സമർപ്പിക്കാം. അഡ്മിഷന് വേണ്ടി ഈ ദിവസങ്ങളിൽ ആഗ്രഹിക്കുന്ന കോഴ്സിന്, ആഗ്രഹിക്കുന്ന സ്കൂളുകളിൽ, ആഗ്രഹിക്കുന്ന കോളേജുകളിലൊക്കെ അഡ്മിഷൻ ശരിയാവുന്നതിന് വേണ്ടി നമുക്കറിയാവുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. സഹോദരരെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവേ, ദിവ്യാർപ്പണം ഞങ്ങൾക്ക് ഇപ്പോഴും രക്ഷയുടെ അനുഗ്രഹം പ്രദാനം ചെയ്യട്ടെ. അങ്ങനെ ദിവ്യരഹസ്യത്താൽ അനുഷ്ഠിക്കുന്നത് ശക്തിയാൽ നിറവേറുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അങ്ങ് മനുഷ്യനെ നന്മയാൽ സൃഷ്ടിക്കുകയും നീതിയാൽ ശിക്ഷിക്കപ്പെട്ടവനെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി കാരുണ്യത്താൽ വീണ്ടെടുക്കുകയും ചെയ്തു. ക്രിസ്തുവിലൂടെ ദിവ്യദൂതന്മാർ അങ്ങയെ വാഴ്ത്തുന്നു, അധീശന്മാർ ആരാധിക്കുന്നു, ആധികാരികന്മാർ ഭക്തിപൂർവ്വം നിലകൊള്ളുന്നു. ശാക്തികന്മാരും ധന്യരായ ഭക്തിജ്വാലകന്മാരും സ്വർഗസ്ഥരേവരും ആഹ്ലാദഭരിതരായി ഒന്നു ചേർന്ന് അങ്ങയെ പാടി സ്തുതിക്കുന്നു. അവരുടെ ഗാനത്തോട് ഞങ്ങളുടെ എളിയ സ്വരവും ചേരാൻ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. മഹിമകളാൽ നിറഞ്ഞു മഹിയും വിന്തലവും
കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അവയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസാലയെ പീഠകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, ഇതുവരെ അങ്ങ് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങ് ഉയർത്തി ഞങ്ങൾ പറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിലുമായി ചേർക്കണമെന്ന താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന ഈ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാപ്പൊലീത്തയോടും വൈദിക ഗണത്തോടുമത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിലകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ പാർശ്വനോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടും അത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ബോധിതരായ ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായ നിർഭയം നമുക്ക് ഒരുമിച്ച് ഏറ്റുപാടാം. സ്വർഗ്ഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം, സ്വർഗ്ഗത്തിലെ പോൽ നിന്നുള്ളം പാരിലുമായിടേണം. അന്നു വേണ്ടുന്നു ആഹാരമിന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം.
തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കും. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. അങ്ങയുടെ മരണത്താൽ ലോകത്തെ ജീവിപ്പിച്ചുകൊള്ളും. അങ്ങയുടെ തിരുശരീരവും തിരുരക്തവും വഴി ഞങ്ങളെല്ലാ പാപങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും മോചിക്കണമേ. അങ്ങയുടെ കൽപ്പനകൾ എപ്പോഴും കാത്തുപാലിച്ചു പോരുവാനും അങ്ങിൽ നിന്ന് ഒരിക്കലും വേർപെടാതിരിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇത് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ദിവ്യകുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. പാതയിൽ ഞാൻ പൊൻവിളക്കായി മിന്നി നിന്നിടാം. പാദതാരിൽ ദാസിയായി ഞാൻ സേവ ചെയ്തിടാം. ജീവിതം ഞാൻ യാഗപുഷ്പം പോലെ നൽകിടാം. പൂവിനുള്ളിൽ പൂമരന്തം
ചെയ്തിടാം. പാതയിൽ ഞാൻ പൊൻവിളക്കായി മിന്നി നിന്നിടാം. പാദതാരിൽ ദാസിയായി ഞാൻ സേവ ചെയ്തിടാം. ദാനമെല്ലാം ഓർത്തു നിത്യം നന്ദിയോതിടാം. സൂനമെല്ലാം കോർത്തു മാല്യം കാഴ്ച നൽകിടാം. എന്നിൽ അങ്ങേ ശാന്തി എന്നും പൂത്തു നിന്നിടാം. എൻ മനസ്സിൽ ജാലകം തുറന്നു തന്നിടാം. പാതയിൽ ഞാൻ പൊൻവിളക്കായി മിന്നി നിന്നിടാം. പാദതാരിൽ ദാസിയായി ഞാൻ സേവ ചെയ്തിടാം. ജീവിതം ഞാൻ യാഗപുഷ്പം പോലെ നൽകിടാം. പൂവിനുള്ളിൽ പൂമരന്തം പോലെയായിടാം. കർത്താവെ, അങ്ങേ അനുഗ്രഹങ്ങൾ എത്ര മഹത്തരമാണ്. അങ്ങേ ഭയപ്പെടുന്നവർക്കായി അങ്ങ് ഒരുക്കി വച്ചിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, സ്വർഗീയ മേശയുടെ അപ്പത്താൽ പരിപോഷിതരായി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഹോദരരിൽ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങൾ പ്രചോദിപ്പിക്കപ്പെടുമ്പോഴെല്ലാം സ്നേഹത്തിൻ്റെ ഈ ഭോജനം ഞങ്ങളുടെ ഹൃദയങ്ങളെ സ്ഥിരീകരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. നമ്മുടെ ഈ സ്കൂളിനെയും ഇവിടെ അധ്യയനം നടത്തുന്ന എല്ലാ മക്കളെയും, ഓരോ ടീച്ചർമാരെയും, ഞങ്ങളുടെ എല്ലാവരുടെയും കുടുംബങ്ങളെയും, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെയും എല്ലാവരെയും ഈശോയുടെ തിരുഹൃദയത്തിനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് മാസാദ്യ വെള്ളിയാഴ്ചകളിൽ നമ്മൾ നടത്തുന്ന പ്രതിഷ്ഠ നവീകരിക്കാം. ഈശോയുടെ തിരുഹൃദയമേ, അങ്ങ് തിരുമുമ്പിൽ മുൻകൂട്ടി അങ്ങ് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ആധ്യാത്മികവും ലൗകികവുമായ നന്മകളെയും അനുഗ്രഹങ്ങളെയും ഓർത്ത് എളിമയോടും സ്നേഹത്തോടും കൂടി അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോനാഥ, അങ്ങേ ആഗ്രഹാനുസാരം ആരാധ്യമായ അങ്ങേ തിരുഹൃദയത്തിൻ്റെ രാജ്യം ഞങ്ങളുടെ ഭവനത്തിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ, സ്കൂളിൽ സുസ്ഥിരം സ്ഥാപിക്കുന്നതിന് വേണ്ടി കന്യകാമറിയത്തിൻ്റെയും വിശുദ്ധ ഔസപിതാവിൻ്റെയും മധ്യസ്ഥത്താൽ ഞങ്ങളുടെ കുടുംബം അങ്ങേക്ക് ചെയ്തിരിക്കുന്ന പ്രതിഷ്ഠയെ ഇപ്പോൾ എത്രയും ഭക്തിതീക്ഷ്ണതയോടെ നവീകരിക്കുന്നു. ഞങ്ങളുടെ ഭവനം, സ്കൂളും എല്ലാം നസ്രത്തിലങ്ങി ഭവനം പോലെയും വിശ്വാസത്തിൻ്റെ, പ്രാർത്ഥനയുടെയും അധ്വാനത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വാസസ്ഥലമാകട്ടെ. അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഉത്തമ മാതൃകയും സകല കാര്യങ്ങളിലും ഞങ്ങളുടെ പരിപാലകനുമാകണമേ. സ്നേഹമുള്ള ഈശോയെ, ഞങ്ങളുടെ കുടുംബജീവിതത്തിലുണ്ടാകുന്ന സുഖ ദുഃഖങ്ങളൊക്കെയും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈ കുടുംബത്തിലുള്ളവരുടെ മേലും ഇവിടെ നകന്നിരിക്കുന്നവരുടെ മേലും മരിച്ചു പോയിട്ടുള്ളവരുടെ മേലും പ്രത്യേകിച്ചും ഈ
സന്യാസ സമൂഹത്തിൽ നിന്ന് മരിച്ചു പോയിട്ടുള്ളവരുടെ ഇവിടെ സേവനം ചെയ്ത് ഇവിടെ മരിച്ചു പോയിട്ടുള്ളവരെ ഇവിടെ പഠിപ്പിച്ചിട്ടുള്ള എല്ലാ അധ്യാപകരും മരണമടഞ്ഞു പോയിട്ടുള്ളവരുടെ മേലും അങ്ങ് അമൂല്യമായ ആശീർവാദം വർഷിക്കണമേ. ഞങ്ങൾ അങ്ങ് തിരുഹൃദയത്തിൻ്റെ പരിപാലനത്തിന് ഭാരമേൽപ്പിക്കുന്നു. ലോകത്തിൽ ആരെങ്കിലും അങ്ങ് പരിശുദ്ധ സ്നേഹത്തെ മുറിപ്പെടുത്തുവാൻ ഇടവന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ പാപത്തിന് വേണ്ടിയും ഞങ്ങൾ പരിഹാരം ചെയ്യുന്നു. ഈശോനാഥ, ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന സദയം സ്വീകരിച്ചാലും ലോകമെങ്ങുമുള്ള എല്ലാ കുടുംബങ്ങളിലും അങ്ങേ അറിയാത്ത അവിശ്വാസികളുടെ കുടുംബങ്ങളിലും അങ്ങയുടെ രാജ്യം സ്ഥാപിക്കണമേ. ശിശുക്കളെ കടാക്ഷിക്കണമേ. വിദ്യാർത്ഥികളെയും വിദ്യാലയങ്ങളെയും വിശുദ്ധീകരിക്കണമേ. യുവതിയുവാക്കന്മാരുടെ ദൈവവിളി പരിപോഷിപ്പിക്കണമേ. അങ്ങേ ശുശ്രൂഷയ്ക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരും സമർപ്പിക്കപ്പെട്ടവരുമായ സന്യാസിനികളെയും വൈദികരെയും പ്രത്യേകം കാത്തുകൊള്ളണമേ. പാപികൾക്ക് മാനസാന്തരവും രോഗികൾക്ക് സൗഖ്യവും വിധവകൾക്ക് തുണയും വൃദ്ധർക്ക് ശക്തിയും അനാഥർക്ക് പിതാവും അങ്ങാകണമേ. ഓരോ കുടുംബത്തിലും രോഗികളുടെയും മരണവേദന അനുഭവിക്കുന്നവരുടെയും തലയ്ക്കൽ അങ്ങ് കാവലായിരിക്കണമേ. സ്നേഹസാഗരമായ ഈശോയെ, അങ്ങേ വാഗ്ദാനം അനുസരിച്ച് ഞങ്ങളുടെ മരണനേരത്ത് ഞങ്ങളെ സഹായിച്ച് സംരക്ഷിക്കണമേ. ആ നിമിഷത്തിൽ ഞങ്ങളുടെ ആലംബവും ശരണവും സമാധാനവും ആശ്വാസവും അങ്ങാകണമേ. ഓ ഈശോയെ, ഞങ്ങൾ ഓരോരുത്തരും അങ്ങേ ഭാഗ്യപ്പെട്ട മടിയിൽ നിദ്ര പ്രാപിച്ച് ഞങ്ങളുടെ കുടുംബം ഈ സമൂഹം മുഴുവനും അങ്ങേ ദിവ്യഹൃദയത്തിൽ ഒന്നിച്ചു ചേർന്ന് അങ്ങേ സ്തുതികൾ പാടി നിത്യഭാഗ്യം അനുഭവിക്കുവാൻ അനുഗ്രഹം നൽകണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുകയും നിങ്ങളെ എപ്പോഴും എല്ലാ വിപത്തുകളിൽ നിന്നും കാത്തു രക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. അവിടുന്ന് തങ്ങളുടെ മുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കുകയും നിങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യുമാറാകട്ടെ. അവിടുത്തെ വചനം നിങ്ങളുടെ നേർക്ക് തിരിക്കുകയും നിങ്ങൾക്ക് അവിടുത്തെ ശാശ്വത സമാധാനവും സന്തോഷവും നൽകുകയും ചെയ്യുമാറാകട്ടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ. ദിവ്യ പൂജ സമാപിച്ചു. ശ്വാസം പകരും നൽ സ്നേഹമാമമ്മേ, നിർമ്മലയായ തന്നെ ധന്യേ ദിവ്യയാം പരിപാലികേ, നിൻ മാതൃവാത്സല്യം എന്നും നുകരാൻ അടിയങ്ങൾക്ക് അനുഗ്രഹം നൽകേണമേ. നിൻ മാതൃവാത്സല്യം എന്നും നുകരാൻ അടിയങ്ങൾക്ക് അനുഗ്രഹം നൽകേണമേ. നേർവഴിയറിയാതലയുന്ന നേരം ഈ മക്കൾക്കു വഴി